ലോജിസ്റ്റിക്സ് മേഖലയിൽ പുരുഷന്മാർക്ക് മാത്രമേ ജോലി ചെയ്യാൻ സാധിക്കുള്ളൂ? ഇത് പൊതുവെ എല്ലാവർക്കും ഉള്ളൊരു ധാരണയാണിത്. പക്ഷേ നമ്മൾ പറയുന്ന സമയത്ത് 2025 സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ DP വേൾഡ് പോലുള്ള ലോജിസ്റ്റിക്സ് കമ്പനികളുടെ എക്സാമ്പിൾ വെച്ച് ഞാൻ പറയാം. അതായത് DP വേൾഡ് 2025 നമുക്ക് തന്നൊരു പ്രോമിസ്, അല്ലെങ്കിൽ അവർ കൊടുക്കുന്ന ഒരു പ്രോമിസ് ഇതാണ്. അവരുടെ വർക്ക് ഫോഴ്സ് ഉണ്ടല്ലോ, അതിൽ 20% സ്ത്രീകൾക്ക് വേണ്ടി ഉറപ്പായിട്ട് ഒരു റിസർവ് ചെയ്യും എന്നാണ് പറയുന്നത്. പിന്നെ 2021 ഒരു ഗാർട്ട്നർ സർവേ അനുസരിച്ചിട്ട് ടോട്ടൽ സപ്ലൈ ചെയിൻ്റെ വർക്ക് ഫോഴ്സിൻ്റെ ഒരു 41%, ഞാൻ വേൾഡ് കോൺസെപ്റ്റ് ഇതിനാണ് പറയുന്നത്, 41% ഫീമെയിലാണ് ഹോൾഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഒന്നും കൂടെ എലാബറേറ്റ് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ C-സ്യൂട്ട് പൊസിഷൻസ് ഉണ്ടല്ലോ, അതായത് ഹൈ ലെവൽ എക്സിക്യൂട്ടീവ് പൊസിഷൻസ് കമ്പനികളിൽ ഉള്ള, ഇപ്പോൾ ലോജിസ്റ്റിക്സ് സെക്ടറിൽ ഇത്തരം C-സ്യൂട്ട് പൊസിഷൻസ്, എക്സാമ്പിൾ പറഞ്ഞാൽ CRO, CEO, CHRO, ഇതിൽ ഏകദേശം 26% സ്ത്രീകളാണ് ഇത്തരം പൊസിഷൻസ് ഹോൾഡ് ചെയ്യുന്നത്. അപ്പം അതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് ലോജിസ്റ്റിക്സ് മേഖലയിൽ സ്ത്രീകളും കൂടുതലായിട്ട് ഇപ്പം വർക്ക് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ ഒരു സാധ്യതയും വളരെ കൂടുതലാണ് ലോജിസ്റ്റിക്സ് സെക്ടറിൽ ഇപ്പം.